MP-ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം പ്രിയങ്ക ഗാന്ധി ആദ്യമായി വയനാട് മണ്ഡലത്തിലെത്തുന്നു. ഇന്നും നാളെയും വയനാട് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് വിജയാഘോഷ പരിപാടികളിൽ പ്രിയങ്ക പങ്കെടുക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയ്ക്കൊപ്പം എത്തും. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്നത്തെ പരിപാടികൾ. രാവിലെ 11:30 കരിപ്പൂരിലെത്തിയ പ്രിയങ്ക മുക്കത്തെ പൊതുയോഗത്തിലാണ് ആദ്യം പങ്കെടുത്തത്. ഉച്ചയ്ക്ക് ശേഷം കരുളായി, വണ്ടൂർ, എടവണ്ണ എന്നിവിടങ്ങളിലും നാളെ കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിലും പരിപാടികളിൽ പങ്കെടുക്കും. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 4,10,931 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കന്നിയംഗത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. വയനാട്ടിൽ 2024 രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ലഭിച്ച ഭൂരിപക്ഷം മറികടന്നുകൊണ്ടാണ് പ്രിയങ്കയുടെ മിന്നും വിജയം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 6,47,445 വോട്ടുകൾ നേടി 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ഈ റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഉപതിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മറികടന്നത്. 6,22,338 വോട്ടുകളാണ് പ്രിയങ്ക നേടിയത്. അതേസമയം പ്രിയങ്ക സത്യപ്രതിജ്ഞയ്ക്ക് വരുമ്പോൾ ധരിച്ച സാരിയാണിപ്പോഴത്തെ സംസാര വിഷയം. കേരളത്തിന്റെ സാംസ്കാരിക സ്വത്വവുമായി ഇഴചേർന്ന് നിൽക്കുന്ന കസവ് സാരി ധരിച്ചതിലൂടെ പ്രിയങ്ക തന്റെ മണ്ഡലമായ വയനാടിനോട് ഐക്യപ്പെടുകയും കേരളത്തിന്റെ പാരമ്പര്യങ്ങളോടുള്ള ബഹുമാനത്തിന്റെ ശക്തമായ സന്ദേശം നൽകുകയുമാണെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുമായുള്ള സാമ്യവും പലരും എടുത്തു പറയുന്നു. പലപ്പോഴും പരമ്പരാഗത വസ്ത്രങ്ങളാണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്നത്. അത് വെറും ഒരു വസ്ത്രം മാത്രമല്ലെന്നും കേരളത്തിന്റെ സാംസ്കാരിക ഐക്യത്തെയും ലാളിത്യത്തെയും പ്രതീകപ്പെടുത്തുന്നതാണെന്നും പറയുന്നവരുണ്ട്. ഏതായാലും പാർട്ടിക്കാരും അണികളുമെല്ലാം വലിയ ആവേശത്തിലാണ്. ചരിത്രത്തിൽ ആദ്യമായി വയനാട് മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞുവെങ്കിലും 4 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയാണ് പ്രിയങ്കയെ ജയിപ്പിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് 52-കാരിയായ പ്രിയങ്ക തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നുവെങ്കിലും പാർലമെന്ററി സ്ഥാനത്തേക്ക് വരാനുള്ള വിമുഖതയിലായിരുന്നു അവർ. എന്നാൽ സഹോദരൻ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ സീറ്റ് നിലനിർത്താനായി തന്റെ സിറ്റിംഗ് മണ്ഡലത്തെ 2ാം ഊഴത്തിൽ കൈയൊഴിയാൻ നിർബന്ധിതനായതോടെയാണ് പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തുന്നത്. രാഹുൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായി ഏകദേശം 20 വർഷത്തിന് ശേഷമാണ് പ്രിയങ്ക ഒരു തിരഞ്ഞെടുപ്പിന് തയ്യാറാകുന്നത്. അതിനവർ തിരഞ്ഞെടുത്തത് വയനാട് ആണെന്നതാണ് കേരളത്തിലെ കോൺഗ്രസുകാരെ ആവേശത്തിലാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവ് തന്നെ കേരളത്തിലെ പാർട്ടിക്ക് നൽകിയ മൈലേജ് വളരെ വലുതായിരുന്നു. ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെ രാഹുലിൽ കേന്ദ്രീകരിച്ചായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഫലം ചെയ്തില്ലെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കത് മുതലായി. സത്യത്തിൽ ദക്ഷിണേന്ത്യയിൽ ശക്തിപ്പെട്ടതുകൊണ്ട് മാത്രം ഇന്ത്യ തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ഹിന്ദി സംസാരിക്കുന്ന ഉത്തരേന്ത്യൻ മണ്ണിൽ നിന്ന് കിട്ടുന്ന 272 സീറ്റുകൾ കൊണ്ട് ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും. BJP അതാണ് ചെയ്യുന്നത്. ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? അത് തെളിയിക്കേണ്ടത് വയനാട് പോലുള്ള മണ്ഡലത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടല്ല എന്ന് പ്രിയങ്കയും കോൺഗ്രസും ഓർക്കണം.